വരുന്നത് എയ്റ്റ് ഐ ലവ്. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ വീഡിയോ അല്ല, ദ ഫസ്റ്റ് വീഡിയോ ഓഫ് മൈ ചാനൽ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ്. വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഓഫീസ് ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഈ ഇങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്യാം എന്നുള്ളത്. എല്ലാവരും വാട്ട്സ് ഇൻ മൈ ബാഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വീഡിയോ അത് തന്നെ ചെയ്യാം എന്നുള്ളത്. സോ എൻ്റെ ബാഗിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞാൻ ഈ ഒരു ഹെഡ്ഫോൺസ് ഇങ്ങനെ ടക്ക് ഇൻ ചെയ്ത് വയ്ക്കാറുണ്ട്. സോ ദാറ്റ് മെട്രോയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് കേൾക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. സോ ഫസ്റ്റ് അതാണ്. ഇത് നമുക്ക് ബോട്ടിൻ്റെ ആണ് വരുന്നത്. സോ ഫസ്റ്റ് ഇതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു കുടയാണ്. ഇപ്പം ഇവിടെ മഴയും അതുപോലെ ഞാനിപ്പോൾ ഡൽഹിയിലാണല്ലോ താമസിക്കുന്നത്. സോ ഇവിടെ മഴയും വെയിലും ഒക്കെ പല പല ടൈമിങ്ങിൽ ഇപ്പോൾ വരുന്നത്. സോ അതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കുട ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഒരു അംബ്രല്ല. സെക്കൻഡ് സാനിറ്ററി നാപ്കിൻ ആണ്. എപ്പോഴും കയ്യിലുണ്ടാവും, ആർക്കെങ്കിലും യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ. സോ സാനിറ്ററി നാപ്കിൻ. നെക്സ്റ്റ് ഈസ് ഒരു ക്ലച്ചറാണ്. ഹെയർ ടൈ ചെയ്യാനും അങ്ങനെ ഒരു ക്ലച്ചർ അല്ലെങ്കിൽ ഒരു സ്ക്രഞ്ചി ബാഗിലുണ്ടാവും. അടുത്തത് വരുന്നത് ഒരു പെർഫ്യൂമാണ്. എനിക്കങ്ങനെ പെർഫ്യൂംസിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. സോ എൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് ചെയ്യാം, പെർഫ്യൂം കളക്ഷൻസ്. സോ എന്നാൽ എനിക്ക് പെർഫ്യൂം കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ബോഡിയിൽ അധികം നേരം പെർഫ്യൂം അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ഇതല്ല. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കീപ്പ് ചെയ്യും. സോ ദാറ്റ് ഇടയ്ക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇത് ഓൾഡ് മണിയുടെ ആണ്, ബ്ലാബ്ലി ബ്ലൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓൾഡ് മണി. അടുത്തത് ഒരു കോമ്പാണ്, ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്, ഇതില്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. സോ ഒരു ലിപ്സ്റ്റിക് ആണ്. എൻ്റെന്ന് വെച്ചാൽ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് അങ്ങനെയൊന്നും പോവാറില്ല. 9 hours ഞാൻ വർക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാൽ പോലും പോവാറില്ല. ബിക്കോസ് ഞാൻ അത്രയും കെയർഫുൾ ആയിട്ടാണ് കഴിക്കുക. ബട്ട് സ്റ്റിൽ എന്നാൽ ഞാൻ ബാഗിലൊരെണ്ണം വെക്കും. ഇത് സൂഡിയോൻ്റെ ക്ലൗഡ് മൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടുത്തത് ഇതൊരു മോയ്സ്ചറൈസർ ആണ്, റീക്വലിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ചുമ്മാ ഒരു ഹാൻഡ് ക്രീം പോലെ യൂസ് ചെയ്യാൻ എടുത്തുന്നേ ഉള്ളൂ. ഇത് ഞാൻ ബാഗിൽ ഇടും, പക്ഷെ ആക്ച്വലി ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. അവിടെ നമ്മൾ ഈവൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൈ ഡ്രൈ ആയാൽ പോലും ഇത് എടുക്കില്ല. ബട്ട് സ്റ്റിൽ ബാഗിലുണ്ടാവും അങ്ങനെ. പിന്നെ ഒരു ലിപ് ബാം ആണ്, കാർമെക്സിന്റെ ലിപ് ബാം ആണ്. ഇത് ഒരുപാട് റിവ്യൂ കണ്ട് മേടിച്ചൊരു ലിപ് ബാം ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഓൾസോ. സോ ലിപ് ബാം. പിന്നെ ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനകത്ത്, ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ്. അപ്പം ഇതാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് ആണ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ പേഴ്സ് ആണ് ഐ കീപ്പ് ബിക്കോസ് ഇറ്റ്സ് വെരി ഹാൻഡി. സോ ഇതിനകത്ത് വരുന്നത് എയ്റ്റ് ഐ ലവ്, എയ്റ്റ് ഐയുടെ ഫോട്ടോ ആൻഡ് കുറച്ച് പൈസയും അതുപോലെ തന്നെ കാർഡ്സും ലൈസൻസ് കോയിൻസ് അങ്ങനെയാണ് ഇതിനകത്ത് വെക്കുന്നത്. പിന്നെ ഒരു ലിപ് ലൈനർ. ഇതൊന്നും ആക്ച്വലി യൂസ് ചെയ്യില്ല, പക്ഷെ ഇതെന്താണോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ കിടക്കുമ്പോൾ ഞാൻ എടുത്ത് ബാഗിലിടും, അല്ലാതെ ഇതിൻ്റെ യൂസ് ഒന്നുമില്ല. സോ ലിപ് ലൈനർ. പിന്നൊരു ടാബ്ലറ്റ് ആണ്, ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ്. സോ മെഡിസിൻസ്, യെസ്, അടുത്ത ടാബ്ലറ്റ് ആണ്. ഇതൊക്കെ ഞാൻ കഴിക്കുന്നതാണ്, ഉച്ചയ്ക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ അതെൻ്റെ ബാഗിൽ വെച്ചേക്കാണ്. പിന്നെ ഒരു എയർപോഡ്സ് ഉണ്ട്. ഇത് യൂഷ്വലി എനിക്ക് മറ്റേ തന്നെയാണ് ഇഷ്ടം, കാരണം ഇതിങ്ങനെ ഒരെണ്ണം എൻ്റെ എപ്പോഴും ഊരിപ്പോരും. സോ എന്നാൽ പോലും ഞാൻ ഇത് വെച്ചു എന്നേ ഉള്ളൂ, മറ്റേത് വെച്ചില്ലെങ്കിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഒരു ഹാഫ് ആൻ അവറിന് മേലെ ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ബോറടിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ വരും. അടുത്തത് എൻ്റെ പാസ്പോർട്ടാണ്. ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. സോ അത് ബാഗിനകത്തുണ്ട്. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ളൂ. എൻ്റെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പം വന്ന ബോർഡിംഗ് പാസ്, ഇതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്തില്ല. ആൻഡ് ഈ ബാഗ് ഞാൻ മേടിച്ചത് ട്രെൻഡ്സിന്നാണ് ഞാൻ മേടിച്ചത്. എനിക്കാണെങ്കിൽ വലിയ ബാഗിനോടാണ് ഇഷ്ടം. ആൻഡ് ദാറ്റ് ടു ഇങ്ങനെ സ്ക്വിഷ് ചെയ്താലൊക്കെ നിൽക്കണം, അങ്ങനത്തെ ഫ്ലെക്സിബിൾ ബാഗാണ് എനിക്കിഷ്ടം. സോ അതുകൊണ്ട് ഞാനിത് കണ്ട് മേടിച്ചതാണ്. ആക്ച്വലി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടമായി. ട്രെൻഡ്സിൽ നിന്നാണ്. ഒരു 2000 ആയിരുന്നു, പക്ഷെ എനിക്കൊരു 1500 ഓഫർ ടൈമിൽ കിട്ടിയതാണ്. അപ്പം
ഇത്രയാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ ഉണ്ടായിരുന്നത്. സോ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു, കാരണം പ്രത്യേകിച്ച് അധികമൊന്നും കൂടുതലില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ID കാർഡ് അത് ഞാൻ ഒന്നില്ലെങ്കിൽ വെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാഗിനകത്ത് വെക്കും. അതുപോലെ തന്നെ ഫുഡ് ചില സമയത്ത് കൊണ്ടുപോകും, ചില സമയത്ത് കാഫറ്റേരിയയിൽ നിന്ന് കഴിക്കും, അങ്ങനെ. സോ ദാറ്റ്സ് ഓൾ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കോമെൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈവൻ ദോ എനിക്കിത് കാണുമ്പോൾ ലെങ്തി വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് എ ഷോർട്ട് വീഡിയോ. സോ ഡു സപ്പോർട്ട് ആൻഡ് ഡു വാച്ച് ആൻഡ് ഡു കോമെൻറ്റ്, സബ്സ്ക്രൈബ്, എന്താണെന്ന് വെച്ചാൽ ബെല്ലൈക്കണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.